ഇവിടെ ബൽറാം ജയിക്കാനാണ് സാധ്യത. രാജേഷ് ജയിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ണീഷ് മാഷ് ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 100% രാജേഷ് ജയിക്കാനാണ് സാധ്യത. ബൽറാം ജയിക്കും. യാതൊരു സംശയം തന്നെ ഇല്ലാതെ പറയാം, എം പി രാജേഷ് സാർ തന്നെ ജയിക്കുന്നു. തൃത്താലയിൽ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കടുത്ത തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് സംശയമില്ല, രാജേഷ് ജയിക്കണം. തെരഞ്ഞെടുപ്പിലെ തൃത്താലയിൽ MP രാജേഷ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജയിക്കും. വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം വികസനം അളവുകോലാക്കി നാട് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ചോദിച്ചറിയാം നമുക്ക് നേരിട്ട് തന്നെ. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്തല്ലോ. അപ്പൊ തൃത്താലയിൽ ഇത്തവണ ആര് ജയിക്കുന്ന ചേട്ടൻ വിചാരിക്കുന്നത്? വികസനം. തൃത്താല ഹോസ്പിറ്റല് എത്രയോ വർഷങ്ങളായിട്ട് പഴയ കിടന്ന ഹോസ്പിറ്റല് അത്യാവശ്യം നല്ല അടിപൊളി ഹോസ്പിറ്റലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോളേജുകൾ, റോഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ കാങ്ങാമ്പുഴ റോഡ്, പാലം, അതൊക്കെ MBR വികസനമാണ്. ഇതെല്ലാം MBR വേറെ ആർക്ക് ഔട്ട് ചെയ്യുക? MBR ജയിക്കും ഇവിടെ. തലയിൽ നമുക്ക് ജയിക്കും. കാരണം നമുക്ക് പല ഇതും നമുക്ക് ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നത് അവർ ജയിച്ചു വരുന്നതാണ്. LDFിൻ്റെ ഭാഗത്തുനിന്ന് പല ആനുകൂല്യങ്ങളും കിട്ടുന്നതും നമുക്ക് ആനുകൂല്യങ്ങളും ഒക്കെ അവരുടേതാണ്. അപ്പം അവർ ജയിക്കും. ഇലക്ഷൻ്റെ ആദ്യ വർക്കിൻ്റെ സമയത്ത് നോക്കുമ്പോൾ ഇടതും വലുതും മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാം ഘട്ടം എത്തി നോക്കുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതയിലേക്കാണ് കിടക്കുന്നത്. ഒരു ചാൻസ് ഉണ്ട്, ഒരു മാറ്റമല്ല ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു ചാൻസ് ഉണ്ട്, ഉണ്ണീഷ് മാഷ്ക്ക് ചാൻസ് കാണാനുണ്ടെന്നാണ് എല്ലാവർക്കും ഒരു അഭിപ്രായം കേൾക്കുന്നത്. സാധ്യത 100% രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം പല പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിലാണ് സാധ്യത. ഒരു പറയുമ്പോൾ ഒരു പലതും പറയും, അതൊന്നും ഇതാക്കില്ല. രാജേഷിനാണ് ഇവിടെ 100% സാധ്യത. പക്ഷെ ഞാൻ ആ പാർട്ടിക്കാരനല്ല, എന്നാലും ഞാൻ പറയാണ്. ചേട്ടൻ ഇപ്പൊ ഇലക്ഷൻ എടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ബൽറാം ജയിക്കാനാണ് സാധ്യത. കാരണം 10 കൊല്ലം മൂപ്പരാള് MLA ആയിട്ടിരുന്നെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഈ കാര്യങ്ങളാണ് ഇവിടെ ഈ ബാക്കി LDFിൻ്റെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് പുതിയതായിട്ട് ഇവിടെ ഒരു വികസനം കൊടുത്തിട്ട് അതിന് എടുത്തു കാണിക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? രാജേഷ് എന്നാണ് മുൻതൂക്കം. കാരണം ഈ 5 വർഷമായിട്ട് കുറേ ഈ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നീർത്തട പദ്ധതികളൊക്കെ കൊണ്ടുവന്നു. ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഈ സംരക്ഷണ ഭിത്തികൾ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തൃത്താലയിൽ ഇപ്പോൾ ഹോസ്റ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്. തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ക്ലിയറാക്കി. ഇതിന് മുന്നേയും ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരാരും ചെയ്യാത്ത കാര്യങ്ങൾ രാജേഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുൻതൂക്കം രാജേഷിനാണെന്ന് പറയുന്നത്. തൃത്താലയിൽ ഉണ്ണീഷ് മാഷ് ജയിക്കാനാണ് സാധ്യത. കാരണം തൃത്താല മണ്ഡലത്തിൽ ഇവർ രണ്ട് മുന്നണികളും പരസ്പരം മാറി മാറി നിന്ന് ഓരോരോ വിഘടനവാദങ്ങളും അതും ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കിപ്പോൾ ഒരു ബോധ്യം വന്നിരിക്കുന്നത് ഉണ്ണീഷ് മാഷെ ഒന്ന് ജയിപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി അവിടെ ഉള്ള ആൾക്കാരെ തന്നെ വോട്ട് ചെയ്യാൻ, മാഷൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. തലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? രാജേഷാണ് ജയിക്കുക തന്നെയാണ് മിക്കവാറും എനിക്കൊരു തോന്നണത്. കാരണം എന്താ? മൂപ്പര് കുറച്ച് വികസനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, നല്ല വികസനമൊക്കെ ചെയ്തിട്ടുണ്ട്. തന്നെ വേറെ ഒന്നുമില്ല. അത് സംശയമില്ല, രാജേഷ് ജയിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിന് വികസനം ഇവിടെ ഞങ്ങൾ അവിടെയൊക്കെ നല്ല വികസനം ചെയ്തിട്ടുണ്ട്. വെറുതെ നമ്മൾ മുണ പറയാൻ പാടില്ലല്ലോ. നമുക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. റോഡായിട്ട് വെള്ളം വളരെ പ്രശ്നമായിരുന്നു, നല്ല പോലെ വെള്ളം കിട്ടുന്നുണ്ട്. നമുക്ക് ഉപകാരം ചെയ്തവർക്കെല്ലാം വോട്ട് ചെയ്യുക. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, നല്ല പുരത്തിൽ രാജേഷ് പ്രതീക്ഷയിൽ UDF ജയിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. തൃത്താലയിൽ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കടുത്ത തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 3 മുന്നണിയും ഒപ്പത്തിനൊപ്പമാണ്. ഇവിടെ ഉണ്ണീഷ് മാസ്റ്റർക്കും മേൽക്കൈയുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളിപ്പോൾ എപ്പോഴും ഞങ്ങൾ കാണുന്നിടത്തോളം ഉണ്ണീഷ് മാസ്റ്റർ ഇവിടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുന്നുണ്ട്, വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കോളനികളടക്കം കയറി പോയിട്ടാണ്. ഇവിടെ കടുത്ത മത്സരമാണ്. രാജേഷും ബൽറാമും മാത്രമുള്ള മത്സരമല്ല, BJP ശക്തമായിട്ട് മത്സരം എടുത്തു വരുന്നു. ചേച്ചി, ഇലക്ഷനൊക്കെ എടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത?
അതായത് ഇപ്പോൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്, എല്ലാവരും രണ്ടുപേരും നല്ല ജനങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ്. അപ്പോൾ രണ്ടുപേരും ജയിച്ചാൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പൊതുവെ പറഞ്ഞ രാജേഷ് തന്നെ ജയിക്കുന്നതാണ് അഭിപ്രായം. കാരണം എന്തായിരിക്കും? കുറെ വികസനമൊക്കെ ഉണ്ടായല്ലോ, അതിന്റെ പേരിൽ ഇവിടെ ഇപ്പോൾ യാതൊരു സംശയവും ഇല്ലാതെ പറയാം VT ബൽറാമാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. ഇപ്പോൾ ഈ രാജേഷ് വന്നതിന് ശേഷം മന്ത്രിയായിരുന്നു ആള്. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് പ്രകടമായുള്ളൊരു വികസന പ്രവർത്തനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? യാതൊരു സംശയം തന്നെ ഇല്ലാതെ പറയാം MP രാജേഷ് സാർ തന്നെ ജയിക്കുന്നു. കാരണം തൃത്താലയിൽ ഇപ്പോൾ ഒരുപാട് നിരവധിയാർന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു. നേഴ്സിംഗ് കോളേജ് ആണെങ്കിലും IT ആണെങ്കിലും കാങ്കപ്പുഴ റെഗുലേറ്റർ കോളേജ് തുടങ്ങിയ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനം മൂലം വന്ന കാര്യങ്ങളാണ്. തൃത്താലയിൽ ഇപ്പോൾ വികസനം നടത്തിയത് MP രാജേഷ് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് VT ബൽറാം MLA ആയിരുന്ന കാലത്ത് വികസനം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല, എടുത്തു വരേണ്ട വികസനങ്ങളൊന്നും ഉണ്ടായില്ല. MBR വന്നവയ്ക്ക് നല്ല വികസനങ്ങളാണ്. അപ്പോൾ MBR ജയിക്കാനാണ് ചാൻസ്. MP രാജേഷ് കാരണം നല്ല വികസന പ്രവർത്തനങ്ങളുണ്ടായി, അതുകൊണ്ട് അയാൾ തന്നെ ജയിക്കാൻ സാധിക്കും. ഇപ്രാവശ്യം തൃത്താലയിൽ NDA സ്ഥാനാർത്ഥി ഉണ്ണീഷ്ണൻ മാഷ് ജയിക്കും എന്നാണ് എൻ്റെയും തൃത്താലയിലെ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ NDA പ്രവർത്തകരുടെയും അതുപോലെ തൃത്താല വികസന മുരടിപ്പ് കാണിച്ചു കൂട്ടിയ ഇരു കക്ഷികളുണ്ടല്ലോ, ഇടതും വലതും, അവർക്കുള്ള ഒരു മധുര ഒരു പ്രതികരണമാവും ഈ വരുന്ന ഈ ഇലക്ഷൻ. തൃത്താല നിയോജക മണ്ഡലം ഇലക്ഷനിൽ MLA NDA സ്ഥാനാർത്ഥി ഉണ്ണീഷ്ണൻ മാഷ് ആവുമെന്നാണ് എൻ്റെ 100% ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? രാജേഷ് ജയിക്കുന്നതാണ്. 100% ബൽറാം ജയിക്കുന്നതാണ് പ്രതീക്ഷ. 100% ബൽറാം ജയിക്കുന്നതാണ് പ്രതീക്ഷ. തൃത്താലയിൽ പ്രാവശ്യം ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. രണ്ട് മുന്നണികളും പറഞ്ഞു പറ്റിച്ചിട്ട് 5 വർഷം മറ്റേ രാജേഷും 10 വർഷം ബൽറാമും പറഞ്ഞു പറ്റിച്ചതിൻ്റെ ജനങ്ങൾ കംപ്ലീറ്റ് നിഷ്പക്ഷമായിട്ട് ഇനി അടുത്തത് ഉണ്ണീഷ്ണൻ മാഷക്ക് ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സംസാരങ്ങളും എല്ലാം. പിന്നെ അതേപോലെ തന്നെ രണ്ട് മുന്നണികളും വർക്ക് തുടങ്ങി. ആദ്യം തീരുമാനിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഉണ്ണീഷ്ണൻ മാഷും ഒപ്പത്തിന് കടപിടിക്കുന്ന ഒരു മത്സരത്തിൻ്റെ ഇതിലേക്ക് തൃത്താല സംസ്ഥാനത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറും എന്നുള്ളതാണ്. ഞങ്ങളിവിടെ ഇടതിൻ്റെയും വലതിൻ്റെയും ഭരണം കണ്ടതാ. സാധാരണക്കാർക്ക് അതുകൊണ്ടൊരു വലിയ നേട്ടമൊന്നും കാണാനില്ല. എന്നും ബുദ്ധിമുട്ടുള്ളവന് എന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ണീഷ്ണൻ മാഷ് ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. BJP ജയിക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. രാജേഷ് ജയിക്കുന്നുള്ളതാണ്. 10,000 വോട്ടിന് ലീഡിൽ ജയിക്കും. കാരണം കഴിഞ്ഞെല്ലാം 3,000 വോട്ടിനാണ് ജയിച്ചത്. അതിനുശേഷം നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട് തൃത്താലയ്ക്ക് വേണ്ടിയിട്ട്. സാധ്യത രാജേഷ്. കാരണം പിന്നെ തിരക്കില്ലാത്തൊരു പ്രവർത്തനമാണ്, മാത്രമല്ല മന്ത്രിസഭയിൽ തിരക്കില്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് മൂപ്പര്. അതുകൊണ്ടാണ് രാജേഷ് ജയിക്കുന്നു പറയുന്നത്. ഇലക്ഷനൊക്കെ അടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? അത് ബൽറാമ ജയിക്കുക. തൃത്താല ബൽറാമ നല്ല നേതാവ്. തെരഞ്ഞെടുപ്പിലെ തൃത്താലയിൽ MP രാജേഷ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജയിക്കും. കാരണം അയാളുടെ 5 കൊല്ലത്തെ വികസനം, ബൽറാം കൂടെ 10 കൊല്ലം MLA ആളാണ്. അപ്പോൾ ചെയ്തത് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് MP രാജേഷ് ചെയ്തത് ഞങ്ങൾക്കറിയാം. രാജേഷ് ചുരുങ്ങിയതൊരു 10,000 വോട്ടിനെങ്കിലും ഇവിടെ തൃത്താല നിയോജകമണ്ഡലത്തിൽ ജയിക്കും. ചേട്ടാ ഇലക്ഷനൊക്കെ അടുത്തല്ലോ, ഇത്തവണ ചേട്ടൻ്റെ പ്രതീക്ഷയിൽ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? അങ്ങനെ പറയാൻ ഇപ്പോൾ പറ്റില്ല. കാരണം ഇവിടുത്തെ 2 നേതാക്കന്മാരും വളരെ നല്ല വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ. ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പാർട്ടിയിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ 2 പേരും നന്നായി വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ, രാജേഷ് ആയാലും ബൽറാം ആയാലും. അപ്പോൾ അതുകൊണ്ട് നേരിയ ഓട്ടത്തിനൊക്കെ എനിക്കൊരു തോന്നൽ നേരിയ ഭൂരിപക്ഷം ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടിയേക്കും. ചേട്ടാ ഇത്തവണ ഇലക്ഷന് തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? ബൽറാം ജയിക്കാനാണ് സാധ്യത. കാരണം എന്താ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ വികസനം തന്നെ. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? MP രാജേഷ് ജയിക്കുന്നു വിചാരിക്കും. കാരണം എന്താ? പ്രവർത്തനം. ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? കാണുന്നത് രാജേഷിന് സാധ്യത കാണാനുള്ളത്. ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത?
ഇവിടെ ജയിക്കാൻ രാജേഷ് ജയിക്കാൻ സാധ്യത. അതിൻ്റെ രാജേഷിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ജയിക്കാൻ സാധ്യത. UDF ജയിക്കാനാണ് സാധ്യത. കാരണം ഒരു 10 വർഷം മുമ്പ് ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വികസനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. പിന്നെ അങ്ങോട്ട് എപ്പോഴും തൃത്താലയിലുണ്ടാവും. രാജേഷ് എന്ന് പറഞ്ഞ ആൾ മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. തൃത്താലയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് ലാസ്റ്റ് 2 മാസം നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ നാളെ ഇവിടെ കണ്ടിട്ടില്ല, ഒരു വികസനം നടത്തിയിട്ടില്ല. രാജേഷ് ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം മൂപ്പർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ തൃത്താലയിൽ. മറ്റുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചേട്ടാ, ഈ ഇലക്ഷനിൽ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? MP രാജേഷിനാണ് കൂടുതൽ ഇത് കാണുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ വികസന പ്രദർശനങ്ങളൊക്കെ കാണുമ്പോൾ ആൾ ജയിക്കുന്നതിനാണ് പറയുന്നത്. വെറും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങളും വരും തലമുറയുടെ വികസന സ്വപ്നങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജനവിധി എന്തായാലും അത് തൃത്താലയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുന്നതിന് സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോ വോട്ടും നാളെയുടെ തൃത്താല നിർണ്ണയിക്കുന്നതിനുള്ള കരുത്താകട്ടെ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.